പ്രണാമം. ഹരേ കൃഷ്ണ. അമ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫാണ് ഇനി എടുക്കേണ്ടത്. നമുക്ക് ചതുശ്ലോകി ഭാഗവതമാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. യോ അവിശിഷ്യേത സ്വാസ്മി അഹം, അതായത് സൃഷ്ടിയുടെ വിഘടനാനന്തരം അവശേഷിക്കുന്നത് ഭഗവാൻ മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നു. ആത്മീയാവിഷ്കാരം ഒരിക്കലും അന്തർധാനം ചെയ്യുന്നില്ല. അത് ഭഗവാന്റെ അന്തരംഗ ശക്തിയിലുള്ളതും നിത്യമായി നിലനിൽക്കുന്നതുമാണ്. ബാഹ്യാവിഷ്കാരം പിൻവലിക്കപ്പെടുമ്പോഴും ഗോലോകത്തിലെയും മറ്റു വൈകുണ്ഠങ്ങളിലെയും പ്രവൃത്തികൾ ആത്മീയ മണ്ഡലത്തിൽ അസ്തിത്വമില്ലാത്ത കാലത്ത് നിയന്ത്രിക്കപ്പെടാതെ അനവരതം തുടരുന്നു. അതിനാൽ ഭഗവത്ഗീത 15:6 പറയുന്നു, യത് ഗത്വാന നിവർത്തന്റെ തത്ധാമ പരമം മമ. എവിടെ എത്തിയാൽ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരവില്ലയോ അതാണ് എൻ്റെ പരമോന്നത ധാമം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഇതെല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഏറ്റു ചൊല്ലണം കേട്ടോ. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയില്ല, ഇതെല്ലാവരും ഏറ്റു ചൊല്ലേണ്ടതാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, സൃഷ്ടിയുടെ അവസാനം അവശേഷിക്കുന്നത്, അതായത് സംഹാര സമയത്ത് അവശേഷിക്കുന്നത് ആരാണ്? ഭഗവാനും ഭഗവാന്റെ ധാമവും മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മീയ ലോകങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല, ഭൗതിക ലോകങ്ങളാണ് നശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? നമ്മളുടെ മരണശേഷം ഒന്നുമില്ല എന്നാണ്, ഇല്ലേ? പക്ഷെ അങ്ങനെയാണോ? അല്ല. ഭഗവാനും ഭഗവാന്റെ ധാമവും അവിടെ ഉള്ളവരും, അതായത് ഭഗവാന്റെ നിത്യ പാർഷദരെ, ഇവിടെ നിന്ന് ആത്മസാക്ഷാത്കാരം നേടിപ്പോയ ആത്മാക്കൾ, ഇവരെല്ലാം ഭഗവാന്റെ ധാമത്തില് ഉണ്ട്. ആ ഭഗവാന്റെ ധാമത്തിനൊരിക്കലും നാശം നേരിടുന്നില്ലാതെ ശാശ്വതമാണ് എന്നാണ് പറയുന്നത്. അതായത് സംഹാരത്തിന് ശേഷം ഒന്നുമില്ല എന്നുള്ള ധാരണ തെറ്റാണ് എന്നിവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഗോലോകം അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നു, അതൊരു കാലത്തും നശിക്കുന്നില്ല. സൃഷ്ടിക്ക് മുൻപും സൃഷ്ടിയുടെ ആ സമയത്തും, അത് പരിപാലനത്തിന്റെ സമയത്തും സംഹാരശേഷവും എല്ലാം ഭഗവാനും ഭഗവാന്റെ ധാമവും അവശേഷിക്കുന്നുണ്ട്. അതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല. അപ്പൊ അവിടെ ഉള്ളവരെന്താ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് ഭഗവാനെ സേവനങ്ങൾ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരേതെങ്കിലും തരത്തില് എപ്പോഴും ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവരവിടെ കഴിയുന്നത്. അതായത് ഇവിടെ ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിപ്പോയ ആത്മാക്കളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ അവരെ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ഭഗവാന് സേവനം ചെയ്തിട്ട് ഭഗവാനോടൊപ്പം ആ ആനന്ദം പങ്കിട്ട് അനുഭവിക്കുകയാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിൽ, ഇവിടെ നമ്മൾ സേവനം ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ബന്ധുക്കളെ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ളവര്, ഇല്ലേ? ആ സേവനം നമുക്ക് എന്താണ് തരുന്നത്? നമുക്ക് ക്ലേശങ്ങളാണ് തരുന്നത്, ഇല്ലേ? ഇവിടെ കിട്ടുന്നത് എന്താണ്? നിരാനന്ദമാണ്, ഇല്ലേ? അച്ചിത്ത് അസത്ത് നിരാനന്ദമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് ശാശ്വതമല്ല, തൽക്കാലത്തേക്കാണ്. ഒരിത്തിരി നമ്മൾ സന്തോഷിച്ചാൽ അതിൻ്റെ 10 മടങ്ങാണ് നമുക്ക് ദുഃഖങ്ങള് തരിക. അതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. അവിടെ ആധ്യാത്മിക ലോകത്തിൽ ഉത്കണ്ഠയില്ല. ഇവിടെ എപ്പോഴും നമുക്ക് ഉത്കണ്ഠയാണ്. ഉത്കണ്ഠയ്ക്ക് കാരണം എന്താണ്? നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മളുടെ ഉത്കണ്ഠയ്ക്ക് ഭയമാണ് ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത്. പക്ഷെ ഭഗവാന്റെ ധാമത്തിലെ ഗോലോകധാമത്തിൽ അവിടെ ആർക്കും ഉത്കണ്ഠയില്ല. കാരണം എന്താണ്? അവര് ഭഗവാന്റെ സമീപത്താണ്. ഭഗവാന് സേവനം ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. ഇവിടെ പരസ്പരം കലഹമാണ്, ഇല്ലേ? വിദ്വേഷമാണ്, പകയാണ്, കലഹമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് എനിക്ക് സന്തോഷിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ ഭൗതിക ലോകത്തില്. മറ്റൊരാൾ ദുഃഖിച്ചാലും വേണ്ടതല്ല, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് അനുഭവിക്കണം, ഈ ഒരു ചിന്തയാണ് ഈ ഭൗതിക ലോകത്തില്. ഇപ്പൊ പ്രഭുപാദര്
ഒരു ലെക്ചറിൽ കേട്ടതാണ്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു തടാകത്തിൽ അല്ലെങ്കിൽ കുളത്തിൽ ഒരു കല്ലെറിഞ്ഞാൽ അതിന് ചുറ്റും എന്ത് വരും? വൃത്താകൃതിയിൽ ഓളങ്ങൾ കാണപ്പെടും, ഇല്ലേ? അതേസമയം കുറേ കല്ലെറിഞ്ഞാലോ കുറേ ഓളങ്ങൾ ഉണ്ടാവും. അവ പരസ്പരം കൂട്ടിമുട്ടും. ഒരു കല്ലെറിഞ്ഞാൽ അവ കൂട്ടിമുട്ടില്ല. കുറേ കല്ലുകൾ എറിയുമ്പോൾ ആ ഓളങ്ങൾ ധാരാളം കാണും. അവ പരസ്പരം കൂട്ടിമുട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക ലോകത്തിൽ. ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിനെക്കാട്ടിലും വളരെ വലുതാണ്. അവിടെ ധാരാളം ആത്മാക്കളുണ്ട്. ഭൗതിക ലോകം എന്ന് പറയുന്നത് 1/4 മാത്രമേ ഉള്ളൂ. 3/4 ആധ്യാത്മിക ലോകങ്ങളാണ്. പക്ഷെ അവിടെ ഉള്ളവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ സ്വാർത്ഥതയില്ല. ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് എല്ലാവർക്കും ഉള്ളത്. ഒരാൾ സേവനം ചെയ്ത് അത് കാണുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിക്കുകയാണ് ചെയ്യുക. എനിക്കും അതുപോലെ ഭഗവാനെ സന്തോഷിപ്പിക്കണം, എനിക്കും അതേപോലെ സേവനം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അവിടെ ഉള്ളവർക്കെല്ലാം ഉള്ളത്. ഇപ്പൊ ഗീതയില് 15:6 പറയുന്നുണ്ട്, ഗത്വാന നിവർത്തന്റെ തദ്ധാമ പരമം മമ. അതായത് നത് ഭാസേതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാന നിവർത്തന്റെ തദ്ധാമ പരമം മമ. അതായത് ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് എന്താണ്? നത് ഭാസേതേ സൂര്യോ, അവിടെ ഈ ഭൂമിയിലെ പോലെ നമുക്ക് സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ ചന്ദ്രന്റെ പ്രകാശത്തെ അല്ലെങ്കിൽ സോളാർ പവർ അല്ലെങ്കിൽ ഇൻവെർട്ടർ, ജനറേറ്റർ ഇതിനെയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരത്തിലെ തേജസ്, ആ പ്രഭാപൂരം ആ അവിടെ എല്ലാം വ്യാപിച്ചിട്ടുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിൽ ഉടനീളം അത് വ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഗോലോകത്തിലും പ്രകാശം നൽകുന്നത്. അവിടെയുള്ള ചിന്താമണി രത്നങ്ങളിൽ തട്ടി അത് പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രകാശം മതി അവിടെ എല്ലാവർക്കും വെളിച്ചം കാണാനായിട്ട്. നമുക്കിവിടെയോ സൂര്യപ്രകാശം, ഇല്ലേ? രാത്രിയായാലോ കറണ്ട് വേണം. കറണ്ട് ഇല്ലെങ്കിൽ ഇൻവെർട്ടർ, ജനറേറ്റർ, അവിടെ ഇതിനെ ഒന്നും ആവശ്യമില്ല. അവിടെ ഭഗവാന്റെ ശരീരത്തിലെ ആ തേജസ്സാണ് അവിടെ എല്ലാത്തിനും പ്രകാശം കൊടുക്കുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എവിടെ ചെന്നാലാണോ തിരിച്ചുവരവില്ലാത്തത് അതാണ് എൻ്റെ പരമമായിട്ടുള്ള ധാമമെന്ന്. അതാണ് ഭഗവാന്റെ ഗോലോകധാമം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചെല്ലണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാന് സേവനം ചെയ്യണം. സേവനം ചെയ്ത് നമ്മൾ ക്ഷീണിക്കണം, തളരണം. എങ്കിൽ മാത്രമേ ഭഗവാന് നമ്മളോട് കനിവ് തോന്നുള്ളൂ. അപ്പം നമ്മളുടെ പ്രവൃത്തി എന്തായിരിക്കണം? ഭഗവാനെ സന്തോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ ഭഗവാൻ നമ്മളുടെ മുമ്പിൽ വരണമെന്നല്ല, ഭഗവാന്റെ കണ്ണിൽ നമ്മൾ പെടണം. അതിനെന്ത് ചെയ്യണം? ഭഗവാനെ സന്തുഷ്ടനാക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തികളിൽ നാം ഏർപ്പെടണം. എങ്കിൽ മാത്രമേ ഭഗവാന് നമ്മളോട് ദയവ് തോന്നുകയുള്ളൂ. ഇനി അടുത്തത് 54-ാമത്തെ ശ്ലോകം. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാ തമഃ. ഹരേ കൃഷ്ണ. ഹരേ ഇതായിരിക്കും. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 54. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോ മായാം യഥാഭാസോ യഥാ തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളും കൂടി, ആരെങ്കിലും ഒരാളും കൂടി. ഹൃദയാർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത്മനോ മായാം യഥാഭാസോ യഥാ തമഃ. ഹരിദാസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹൃദയ ഇല്ലാതെ, അർത്ഥം മൂല്യം, യത് ഏതോ അത്, പ്രതീയത കാണപ്പെടുക, ന അല്ല പ്രതീയത കാണപ്പെടുക, ച തീർച്ചയായും, ആത്മനി എന്നോട് ബന്ധപ്പെട്ട, തദ് അത്, വിദ്യാത് അറിയണം, ആത്മനഃ എൻ്റെ, മായാശക്തി, യഥാ അതുപോലെ, ആഭാസ പ്രതിഫലനം, യഥാ അതുപോലെ, തമഹ അന്ധകാരം. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേത്. ശ്രീല പ്രഭുപാദ് കി ജയ്. എന്നെ കൂടാതെ സത്യമായി കാണപ്പെടുന്നതെല്ലാം തീർച്ചയായും എൻ്റെ മായാശക്തിയാണ്. കാരണം എന്നെ കൂടാതെ ഒന്നിനും അസ്തിത്വമില്ല. അത് നിഴലുകൾക്കിടയിലെ പ്രകാശ പ്രതിഫലനം പോലെയാകുന്നു. എന്തെന്നാൽ യഥാർത്ഥ പ്രകാശത്തിൽ നിഴലുകളോ പ്രതിഫലനങ്ങളോ ഇല്ല. ഭാവാർത്ഥം കഴിഞ്ഞ ശ്ലോകത്തിൽ ആരെങ്കിലും വായിക്കുമോ? ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് വായിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഭാവാർത്ഥം കഴിഞ്ഞ ശ്ലോകത്തിൽ നിരപേക്ഷ സത്യവും അതിന്റെ പ്രകൃതവും വിശദീകരിച്ചു. നിരപേക്ഷ സത്യത്തെ അറിയുന്നതിന് ഒരുവൻ ആപേക്ഷിക സത്യത്തെയും മനസ്സിലാക്കണം. മായ അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി എന്ന് വിളിക്കപ്പെടുന്ന ആപേക്ഷിക സത്യത്തെപ്പറ്റി ഇവിടെ വിവരിക്കുന്നു. മായയ്ക്ക് സ്വതന്ത്രമായ അസ്തിത്വമില്ല. അല്പബുദ്ധിയായ ഒരുവൻ മായയുടെ അത്ഭുതകരങ്ങളായ പ്രവൃത്തികളാൽ വശീകരിക്കപ്പെടുന്നു. പക്ഷേ ഈ പ്രവൃത്തികൾക്കു പിന്നിൽ പരമോന്നത ഭഗവാന്റെ നിർദ്ദേശങ്ങളുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ഭഗവത്ഗീത 9:10 പറഞ്ഞിരിക്കുന്നു, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നതും ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതും കൃഷ്ണന്റെ മേൽനോട്ടത്തിൽ മാത്രമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലെ നിരപേക്ഷ സത്യം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഭഗവാനെ പറ്റി അറിയുമ്പോൾ നമ്മൾ ആരെ കൂടി മനസ്സിലാക്കണം? ആപേക്ഷിക സത്യം, അതായത് മായ, ഭഗവാന്റെ ബഹിരംഗ ശക്തി, ആ മായയെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. മായ അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, മായ എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ, ഇല്ലേ? നമ്മൾ ഇല്ലാത്തതിനെ നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ഭൗതിക ലോകം മായയാണ്, അതിൻ്റെ അധിപം മായയാണ്. നമ്മളെല്ലാം ജനിക്കുമ്പോഴേ തന്നെ മായയ്ക്ക് അടിമയാകുകയാണ് ചെയ്യുക. കാരണം ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ മായയ്ക്ക് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നതും ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്നതും മായയാണ്. നമ്മൾ കരുതുന്ന പോലെ മായ അത്ര ഉപദ്രവകാരിയല്ല. ഭഗവാനിലേക്ക് പോകാൻ താല്പര്യമുള്ളവരെ മായ സഹായിക്കും. അല്ലാത്തവരെ നമ്മൾ ഭഗവാനിൽ നിന്ന് ആരാണോ മുഖം തിരിച്ചു നിൽക്കുന്നത് അവരെ കൊടുക്കുകയും ചെയ്യും മായ. അപ്പം നമ്മളെ പോലുള്ള അല്പബുദ്ധികൾക്ക് മായയുടെ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ മായയുടെ കുടുക്കിൽ നമ്മൾ വേഗം പെടുകയും ചെയ്യും. കാരണം എന്താണ്? നമ്മൾ ഭഗവാനെ മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ പരമോന്നത ഭഗവാന്റെ നിർദ്ദേശങ്ങളുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. മായ ആരുടെ നിയന്ത്രണത്തിലാണ്? മായ സ്വതന്ത്രയല്ല, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് മായ. ഭഗവാന്റെ പിന്നിലാണ് മായ ശക്തി നിൽക്കുന്നത്. ഭഗവത്ഗീത 9:10 പറഞ്ഞിരിക്കുന്നത് പോലെ മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ ചരാചരം. ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ തന്നെ ശക്തിയാണ് ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് മായ. മായയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഭൗതിക പ്രകൃതി എല്ലാ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയില് പറയുന്നുണ്ട്. ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ. ഭൗതിക ആവിഷ്കാരമാകുന്ന മായികമായ അസ്തിത്വത്തിന്റെ തനിനിറം ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. നിരപേക്ഷ സത്യം വാസ്തവ വസ്തുതയാണ്. ആപേക്ഷിക സത്യമാകട്ടെ അതിന്റെ നിലനിൽപ്പിന് നിരപേക്ഷ സത്യവുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു. മായ എന്നാൽ ശക്തി എന്നാണ് അർത്ഥം. അതിനാൽ ആപേക്ഷിക സത്യം നിരപേക്ഷ സത്യത്തിന്റെ ശക്തിവിശേഷമായി വിശദീകരിക്കപ്പെടുന്നു. നിരപേക്ഷ ആപേക്ഷിക സത്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കുക ദുഷ്കരമായതിനാൽ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഉപമ നൽകാൻ കഴിയും. പരമനിരപേക്ഷ സത്യത്തെ സൂര്യനോട് ഉപമിക്കാം. സൂര്യനെ അപേക്ഷിച്ചിരിക്കുന്ന രണ്ട് സത്യങ്ങളാണ് പ്രതിബിംബവും അന്ധകാരവും. അന്ധകാരം സൂര്യപ്രകാശത്തിന്റെ അഭാവമാണ്. പിന്നെ അന്ധകാരത്തിലേക്ക് സൂര്യപ്രകാശത്തെ കടത്തിവിടുമ്പോൾ അവിടെ പ്രതിബിംബം ഉണ്ടാകുന്നു. അന്ധകാരത്തിനോ പ്രതിബിംബത്തിനോ സ്വതന്ത്രമായ അസ്തിത്വമില്ല. സൂര്യപ്രകാശം തടയപ്പെടുമ്പോൾ അന്ധകാരം വരുന്നു. ഉദാഹരണത്തിന്, ഒരുവൻ സൂര്യന് അഭിമുഖം നിൽക്കുമ്പോൾ അവന്റെ പിൻഭാഗം ഇരുട്ടിലായിരിക്കും. ഇരുട്ട് സൂര്യന്റെ അഭാവത്തിൽ മാത്രം നിലനിൽക്കുന്നതിനാൽ അത് സൂര്യന് ആപേക്ഷികമാകുന്നു. ആത്മീയ ലോകം യഥാർത്ഥ സൂര്യപ്രകാശത്തോടും ഭൗതിക ലോകം സൂര്യൻ ദൃശ്യമാകാത്ത ഇരുണ്ട മേഖലകളോടും താരതമ്യം ചെയ്യപ്പെടും. ഹരേ കൃഷ്ണ. ഈ മായയെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരപേക്ഷ സത്യം എന്ന് പറയുന്നത് പരമസത്യം ഭഗവാനാണ്. ആപേക്ഷിക സത്യം എന്ന് പറയുന്നത് അത് മായയാണ്. മായയ്ക്കൊരിക്കലും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കില്ല. ഭഗവാനെ ആശ്രയിച്ചാണ് മായ നിലനിൽക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആപേക്ഷിക സത്യമാകട്ടെ അതിന്റെ നിലനിൽപ്പിന് നിരപേക്ഷ സത്യവുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു.
ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് മായ നിലനിൽക്കുന്നത്. മായ എന്ന് പറഞ്ഞാൽ ശക്തി, അതായത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. അതിനാൽ ആപേക്ഷിക സത്യം നിരപേക്ഷ സത്യത്തിന്റെ ശക്തി വിശേഷമായിട്ട് വിശദീകരിക്കപ്പെടുന്നു. അപ്പൊ ആ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ശക്തിയാണ്. നമുക്കറിയാം ഭഗവാന് 3 തരത്തിലുള്ള ശക്തിയുണ്ട്: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തിയായ നമ്മള് ജീവാത്മാക്കള്. അപ്പം നിരപേക്ഷ സത്യം, അതായത് ഭഗവാനും മായയും തമ്മില് ഉള്ള ബന്ധം മനസ്സിലാക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ശ്രീല പ്രഭുപാദര് നമ്മളെ ഒരു ഉദാഹരണത്തിൽ കൂടി അത് മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സൂര്യനെ നമ്മള് ചൈതന്യ ചരിതാമൃതത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും സൂര്യനെ പ്രഭുപാദര് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ആ പരമസത്യത്തെ, പരമനിരപേക്ഷ സത്യത്തെ, അതായത് ഭഗവാനെ നമ്മൾക്ക് സൂര്യനോട് ഉപമിക്കാം. അതായത് സൂര്യനുമായിട്ട് ഭഗവാനെ താരതമ്യം ചെയ്യാം. സൂര്യനെ അപേക്ഷിച്ചിരിക്കുന്ന 2 സത്യങ്ങളാണ് പ്രതിബിംബവും അന്ധകാരവും. അതായത് ഇരുട്ടും പിന്നെ നിഴലും. അന്ധകാരം, അതായത് ഇരുട്ട് എപ്പോഴാണ് വരുന്നത്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് വ്യാപിക്കും. പക്ഷെ ഇവിടെ ഈ ശ്ലോകത്തിലെ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ അജ്ഞതയാണ്, അജ്ഞാനത്തെയാണ് കാണിക്കുന്നത്. പിന്നെ അന്ധകാരത്തിലേക്ക്, അതായത് പിന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴേ ആ ഇരുട്ട് പോയി മറയുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഇരുട്ടുമുറിയിൽ നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആക്കിയാൽ അവിടെ പ്രകാശം വരും. അപ്പം നമ്മളുടെ ഉള്ളിലെ അജ്ഞതയെ നമുക്ക് എങ്ങനെ കളയാൻ പറ്റും? നമ്മൾ ഭഗവാനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അജ്ഞതയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അന്ധകാരം പോയിട്ട് അവിടെ പ്രകാശം പരക്കുകയാണ്, ജ്ഞാനമാകുന്ന പ്രകാശം പരക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അന്ധകാരത്തിലേക്ക് സൂര്യപ്രകാശത്തെ കടത്തി വിടുമ്പോൾ അവിടെ പ്രതിബിംബം ഉണ്ടാകുന്നു, അവിടെ നിഴല് വരുന്നു. അപ്പം ഇരുട്ടിന് തനിയെ നിൽക്കാൻ സാധിക്കുമോ? ഇല്ല. ഇരുട്ടിന് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ല. ഇരുട്ടുമുറിയിൽ നമ്മൾ വെളിച്ചം കത്തിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഇരുട്ട് പോയി മറിയും, അവിടെ പ്രകാശം പരക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭഗവാനിൽ നിന്ന് മുഖം തിരിക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലെ ഇരുട്ട് വ്യാപിക്കുന്നത്, അന്ധകാരം വ്യാപിക്കുന്നത്. എങ്ങനെയുള്ള ഇരുട്ട്? അജ്ഞതയാകുന്ന ഇരുട്ട് നമ്മളുടെ ഉള്ളില് വരുന്നത് ഭഗവാനിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കുമ്പോഴാണ്. ഭഗവാനിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് അകന്നു പോകുമ്പോൾ മായ നമ്മളെ പിടികൂടും, മായ നമ്മളെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ ഭഗവാനെ വിട്ടു പോകുന്നത്? ഭഗവാനിലേക്ക് പോകൂ പോകൂ എന്ന് പറഞ്ഞ് മായ നമ്മളെ ശിക്ഷിക്കുകയാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തന്ന് നമ്മളെ ഇവിടെ കുടുക്കിയിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഇവിടെയാണ് സുഖം, എനിക്കെല്ലാം ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ സുഖമെന്ന് നമ്മൾ ചിന്തിച്ച് വീണ്ടും വീണ്ടും ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. മായ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? നമ്മളുടെ മൂഢത്വം കൊണ്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ അജ്ഞതയില്ലാണ്ട് ഈ ഭൗതിക ലോകത്തില് ഇവിടെയുള്ള വിഷയസുഖങ്ങൾക്ക് പിന്നാലെ പരക്കം പായുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന്. അപ്പം നമ്മൾ സൂര്യൻ അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ നേരെ ആ പ്രകാശം പരക്കും, ഇല്ലേ? അപ്പോൾ ആ ഭാഗത്ത് വെളിച്ചം ഉണ്ടാകും, പിൻഭാഗത്തോ ഇരുട്ടായിരിക്കും, ഇല്ലേ? അപ്പം സൂര്യനിൽ നിന്ന് നമ്മൾ അകലും തോറും പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരും. അതേപോലെയാണ് ഭഗവാനിൽ നിന്ന് അകലും തോറും നമ്മളുടെ ഭഗവത് ജ്ഞാനം, നമ്മൾ അജ്ഞാനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ജ്ഞാനം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പം സൂര്യപ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മിക ലോകങ്ങളെയാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശത്തോടെ. ഭൗതിക ലോകത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ ശേഷമുള്ള ഇരുട്ടിനോടാണ്, ഇരുണ്ട മേഖലയായിട്ടാണ് ഭൗതിക ലോകത്തെ താരതമ്യം ചെയ്യുന്നത്. കാരണം എന്താണ്? ഭൗതിക ലോകം എന്ന് പറയുന്നത് അജ്ഞതയുടെ ലോകമാണ്, ഇരുട്ടിലാണ് ഭൗതിക ലോകത്തിലുള്ളവര്. അതുകൊണ്ടാണ് ഭൗതിക ലോകത്തെ അന്ധകാരത്തിനോട് താരതമ്യം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത പാരഗ്രാഫ്. ഭൗതിക ആവിഷ്കാരം അത്യത്ഭുതകരമായി കാണപ്പെടുമ്പോൾ അത് നിരപേക്ഷ സത്യത്തിന്റെ കീഴ്മേൽ മറിഞ്ഞ പ്രതിബിംബമായതുകൊണ്ടാണ് അപ്രകാരം കാണപ്പെടുന്നത് എന്ന് നാം അറിയണം.
വേദാന്ത സൂത്രത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ ഒരുവൻ ഇഹലോകമാകുന്ന പ്രതിബിംബത്തിൽ എന്തെല്ലാം കാണാൻ കഴിയുന്നുവോ അതിൻ്റെ എല്ലാം യഥാർത്ഥ രൂപം നിരപേക്ഷ വിധാനത്തിലുണ്ട്. അന്ധകാരം സൂര്യനിൽ നിന്ന് വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നത് പോലെ ഭൗതിക ലോകവും ആധ്യാത്മിക ലോകത്തിൽ നിന്ന് വളരെ അകലെയാണ്. നാം ഇരുണ്ട മേഖലകളാൽ, അതായത് തമസ്, വശീകരിക്കപ്പെടരുതെന്നും നിരപേക്ഷ പ്രകാശത്തിന്റെ മേഖലകളിലേക്ക് യോഗീധാമം എത്തിച്ചേരാൻ ശ്രമിക്കണമെന്നും വൈദിക സാഹിത്യം നമ്മെ ഉപദേശിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് ഭൗതിക ആവിഷ്കാരം, അതായത് ഭൗതിക ലോകം നമുക്ക് വളരെയധികം ശ്രേഷ്ഠമായിട്ട് കാണപ്പെടുന്നു. കാരണം എന്താ, ഇവിടെ നമുക്ക് ഇന്ദ്രിയാസ്വാദനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പെട്ടുപോയത്, ഇല്ലേ? ഭഗവാനിൽ നിന്ന് അകന്നു വരാനുള്ള കാരണവും അതാണ്. നമ്മളുടെ മുജ്ജന്മ പ്രാരബ്ധങ്ങൾ ഇന്ദ്രിയാസ്വാദനത്വരെ അവശേഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും 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 വന്ന് ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഈ ഭൗതിക ലോകം. അജ്ഞത, അന്ധകാരത്തിലാണ് അങ്ങനെയുള്ളവരെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഈ ഭൗതിക ലോകം. അങ്ങനെയുള്ളവരാണ് പറയുന്നത് ഇതാണ് ശ്രേഷ്ഠമെന്ന്, ഈ ആനന്ദമാണ് ഏറ്റവും വലിയ ആനന്ദമെന്ന് അഭിപ്രായപ്പെടുന്നത്. അപ്പം ഈ ഭൗതിക ലോകം നമ്മൾ 15-ാം അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ആധ്യാത്മിക ലോകത്തിന്റെ തലതിരിഞ്ഞ ഒരു പ്രതിബിംബമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അവിടെയെല്ലാം നേരെയാണ്. ആധ്യാത്മിക ലോകത്തിൽ എല്ലാം നേരെ കാണപ്പെടും. പക്ഷേ ഈ ഭൗതിക ലോകത്തിലെല്ലാം തലതിരിഞ്ഞാണ് കാണപ്പെടുന്നത്. അതായത് ആ ശ്ലോകം എന്ന് പറയുന്നത് രണ്ടാമത്തെ ശ്ലോകം. അതശ്ചോർത്ഥം പ്രസൃതസ്തസ്യ ശാഖ ഗുണപ്രവൃത്ത വിഷയപ്രവാള അതശ്ചമൂലാൻ അനുസന്ധതാനി കർമാണി ബന്ധീനി മനുഷ്യലോക്കെ. നമ്മളുടെ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലതിരിഞ്ഞ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു പുഴയുടെ തീരത്ത് നിന്ന് വെള്ളത്തിലേക്ക് നോക്കിയാൽ വൃക്ഷങ്ങളൊക്കെ എങ്ങനെയാ കാണപ്പെടുക? തലതിരിഞ്ഞാണ് കാണപ്പെടുക. അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ആധ്യാത്മിക ലോകത്തിന്റെ ഒരു തലതിരിഞ്ഞ പ്രതിബിംബമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നതിന്റെ യഥാർത്ഥ രൂപം, ഒറിജിനൽ എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിലാണ്. അപ്പം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്, ഇരുട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സൂര്യനിൽ നിന്നും വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകം ഇരുട്ടിലാണ് എന്ന് പറയുന്നത്. സൂര്യനോട് അടുക്കും തോറും പ്രകാശം കൂടിക്കൂടി വരും, ചൂട് കൂടിക്കൂടി വരും. അതുപോലെ ആധ്യാത്മിക ലോകങ്ങള് സൂര്യനോട് അടുത്തിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ പ്രകാശം നിറഞ്ഞതാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇരുണ്ട മേഖലകളിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഇരുട്ട് നമ്മളെ വശീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇരുട്ട് എന്ന് പറയുന്നത് അജ്ഞത. അതുകൊണ്ടാണ് നമ്മൾ ഈ അജ്ഞതയിൽപ്പെട്ട ഈ ഭൗതിക ലോകത്തില് ഉഴറുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രകാശത്തിലേക്ക് വരാന് ശ്രമിക്കണം. അതായത് നമ്മൾ ഭൗതിക ലോകം വിട്ട് എത്രയും വേഗം നമ്മൾ ഭഗവാന്റെ ധാമത്തില് അല്ലെങ്കിൽ ആധ്യാത്മിക ലോകങ്ങളിൽ തിരിച്ചെത്താനാണ് വേദസാഹിത്യങ്ങൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഭൗതിക ലോകം എന്ന് പറയുന്നത് കഴിഞ്ഞാല് വിഷയാദി സുഖങ്ങളുടെ ഒരു ലോകമാണ്. അപ്പം നമ്മളും ഭഗവാനെ മറന്ന് ഇവിടെ ജീവിക്കാനുള്ള പ്രവണത എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിൽ വന്നിട്ട് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന് സേവനം ചെയ്ത് എത്രയും വേഗം ഈ ഭൗതിക ലോകം വിടുക എന്നാണ് എല്ലാ വേദസാഹിത്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ അത്രമാത്രം അറ്റാച്ച്ഡാണ് ഈ ഭൗതിക ലോകവുമായിട്ട്. നമ്മൾ പറയുന്ന മാതിരി അത്ര വേഗം ഈ ഭൗതിക ലോകത്ത് ഉപേക്ഷിക്കാന്, നമ്മളുടെ ഉള്ളിലെ വിരക്തി കൈവരിക്കാന് നമുക്ക് അത്ര വേഗം സാധിക്കില്ല. നമ്മളുടെ കുടുംബം, ഭർത്താവ്, ഭാര്യ, മക്കള്, പേരക്കുട്ടികള്, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ പിടിവിടാതെ നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എത്രമാത്രം ഭഗവാനിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം ശക്തമായിട്ട് മായ ഇവരുടെയൊക്കെ അടുക്കിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കണം, മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണം, ഇത് വേണ്ട, മായ വേണ്ട, നമുക്ക് ഭഗവാൻ മതി എന്ന് തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതേ മായ നമ്മളെ ഭഗവാനിൽ എത്താനായിട്ട് നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരും. അപ്പൊ മായ എന്ന് പറയുന്നത് അപകടകാരിയല്ല. അപകടകാരിയാണ് ആർക്ക്? ഭഗവാനിൽ നിന്ന് മുഖം തിരിക്കുന്നവർക്ക്. അതേസമയം ഭഗവാനെ അറിയാനും ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനിലേക്ക് എത്തിച്ചേരാനും താല്പര്യമുള്ളവർക്ക് മായ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇനി അടുത്ത പാരഗ്രാഫ്. ആത്മീയ ലോകം ഉജ്ജ്വലമായി പ്രകാശിക്കുന്നതാണ്, എന്നാൽ ഭൗതിക ലോകം
അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭൗതിക ലോകത്തിൽ ഇരുളകറ്റാൻ സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമ പ്രകാശവും പ്രത്യേകിച്ചും രാത്രികളിൽ ആവശ്യമാണ്. എന്തെന്നാൽ ഭൗതിക ലോകം സ്വാഭാവികമായും ഇരുട്ടാണ്. അതിനാൽ ഭഗവാൻ സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും സജ്ജീകരിച്ചിരിക്കുന്നു. എന്നാൽ അവിടുത്തെ ധാമത്തിൽ ഭഗവത്ഗീത 15:6 വിവരിച്ചിട്ടുള്ളതുപോലെ എല്ലാം സ്വയം പ്രകാശിതങ്ങളാകയാൽ വെളിച്ചത്തിനായി സൂര്യനോ ചന്ദ്രനോ വൈദ്യുതിയോ ആവശ്യമില്ല. ആത്മീയ ലോകം എന്ന് പറയുന്നത് ഉജ്ജ്വലമായ പ്രകാശമുള്ളതാണ്. പ്രകാശം എവിടെ നിന്നാണ് വന്നത്? നമ്മൾ മുൻപേ മനസ്സിലാക്കിയതുപോലെ ഭഗവാന്റെ ശരീരത്തിലെ തേജസ്സാണ് അവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഭൗതിക ലോകം മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ തേജസ്സിന് ഈ ഭൗതിക ലോകത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മായയാണ് അന്ധകാരം എന്ന് ഇവിടെ പറയുന്നത്. ആ അന്ധകാരമാകുന്ന മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. കാരണം മായ നമ്മളെ ഭഗവാനിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കാത്തത്. ആ മായയുടെ ആവരണം പൊട്ടിക്കണം. എങ്ങനെ ആവരണം പൊട്ടിക്കും? നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭഗവാന് സേവനം ചെയ്തും ശാസ്ത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മായയാകുന്ന ആവരണത്തെ പൊട്ടിച്ചെറിയാൻ നമുക്ക് സാധിക്കും. അപ്പം ഇവിടെ ഭൗതിക ലോകത്തിലെ പ്രകാശമൊന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ഇരുട്ട്, അജ്ഞതയാകുന്ന ഇരുട്ടകറ്റാൻ എന്താവശ്യമുണ്ട്? സഹായകമാണ് നമുക്ക് സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രകാശവും. പകൽ സമയത്ത് സൂര്യന്റെ വെളിച്ചം, ആ പ്രകാശം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ രാത്രിയായാൽ ചന്ദ്രന്റെ പ്രകാശം, അതായത് നിലാവ്, രാത്രിയിലുള്ള വസ്തുക്കളെ കാണാൻ നമ്മളെ സഹായിക്കുന്നു. ഇല്ലെങ്കിലോ വൈദ്യുതിയെ ആശ്രയിക്കും, ഇല്ലേ? കറണ്ട് പോയാൽ ഇൻവെർട്ടർ, ജനറേറ്റർ അല്ലെങ്കിൽ സോളാർ ഇലക്ട്രിസിറ്റി, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല. അജ്ഞതയാകുന്ന ഇരുട്ട് കൊണ്ട് നമ്മളുടെ കണ്ണ് മൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല വ്യക്തമായിട്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ഇരുട്ട് നീക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളതിനെ കാണാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഇരുട്ടിനെ അല്ലെങ്കിൽ അജ്ഞതയെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതത്തിൽ ഒരു ഗുരു വരണം, ഇല്ലേ? ആ ആധ്യാത്മിക ജീവിതത്തില് ഒരു ഗുരുവിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലെ ഇരുട്ടിനെ നീക്കം ചെയ്യാൻ, അജ്ഞതയെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ 15:6 പറയുന്നുണ്ട്, ന തദ്ഭാസേതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തത്ധാമ പരമം മമ. അതായത് എവിടെയാണോ സോളാർ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട്, ഇൻവെർട്ടർ, ജനറേറ്റർ, ഇതൊന്നും ആവശ്യമില്ലാത്തത്, അതാണ് എൻ്റെ ലോകം. അവിടെ സൂര്യനും വേണ്ട, ചന്ദ്രനും വേണ്ട, ഒന്നും വേണ്ട ആശം പരക്കാനായിട്ട്. അതാണ് എൻ്റെ ധാമം. എവിടെ ചെന്നാലാണോ ഒരു തിരിച്ചുവരവില്ലാത്തത്, യദ്ഗത്വാന നിവർത്തന്തേ തത്ധാമ പരമം മമ, എവിടെ ചെന്നാലാണോ ഒരു തിരിച്ചുവരവില്ലാത്തത്, അതാണ് എൻ്റെ പരമമായിട്ടുള്ള ധാമം. അപ്പൊ അവിടേക്ക് എത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ആപേക്ഷികവും അനിത്യവും നിരപേക്ഷ സത്യത്തിൽ നിന്ന് അകലെയും ആയതിനെ മായ അല്ലെങ്കിൽ അജ്ഞാനമെന്ന് വിളിക്കുന്നു. ഈ മായ ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ 2 വിധത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. അധമമായ മായ ജഡപദാർത്ഥമായും ഉയർന്ന മായ ജീവസത്തയായും. ജീവസത്തകളെ ഈ സന്ദർഭത്തിൽ മായ എന്ന് വിളിക്കുന്നത് അവ ഭൗതിക ലോകത്തിലെ മായികമായ വ്യവസ്ഥകളിലും പ്രവർത്തനങ്ങളിലും ചെന്നു കുടുങ്ങുന്നത് കൊണ്ട് മാത്രമാണ്. വാസ്തവത്തിൽ ജീവസത്തകൾ മായികമല്ല. എന്തെന്നാൽ അവർ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയുടെ ഭാഗങ്ങളാണ്. അവർ സ്വയം വേണ്ടെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ മായയാൽ ആവരണം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ആധ്യാത്മിക ലോകത്തിലെ ജീവാത്മാക്കളുടെ പ്രവൃത്തികൾ മായികമല്ല. അവ വാസ്തവത്തിൽ മുക്താത്മാക്കളുടെ ശാശ്വത പ്രവർത്തനങ്ങളാണ്. അപ്പം ആപേക്ഷികവും അനിത്യവും നിരപേക്ഷ സത്യത്തിൽ നിന്ന് അകലെയുമായതിനെയാണ് മായ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. മായ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇല്ലാത്തത് എവിടെയാണോ അതാണ് മായ എന്ന് പറയുന്നത്. ഇല്യൂഷനാണ്. ഇതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരി, പക്ഷെ ഇതാണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള സവിശേഷ ബുദ്ധി നമുക്കില്ല. നമ്മൾ അത്രമാത്രം അറ്റാച്ച്ഡാണ് ഈ മായയുമായിട്ട്, ഭൗതികതയുമായിട്ട്. കാരണം എന്താണ്? നമ്മളുടെ അവശേഷിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിൽ ശരീരബോധമാണ് ഉള്ളത്.
അതുകൊണ്ടാണ് നമുക്ക് ഇതിനോടെല്ലാം അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി കൂടിക്കൂടി വരുന്നത്. പക്ഷെ ആസക്തി നമ്മൾ എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് കടക്കാന് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കാതെ നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഭഗവാനോട് അടുക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളില് ആ അല്പാൽപമായിട്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ ആ വിരക്തി കൈവരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ശ്രീല പ്രഭാതർ തന്നിക്കുന്ന പോലെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആവണം ഭഗവാന്റെ കാര്യങ്ങളിൽ. എങ്കിൽ മാത്രമേ നമ്മളുടെ അവബോധത്തിലെ ഭഗവാനെ നിലനിർത്താൻ, സദാസമയം ഭഗവത് സ്മരണ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മായയുടെ പിടിയിൽ വീണ്ടും വീണ്ടും ഒഴുകി ഇതാണ് ശ്രേഷ്ഠം, ഇതാണ് സുഖം, ഇവിടെ നിന്ന് കിട്ടുന്ന ആനന്ദമാണ്, അത് നിരാനന്ദമായാലും വേണ്ടില്ല, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആനന്ദം എന്ന് കരുതി നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ കുടുങ്ങിക്കിടക്കും. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കി ഇത് അജ്ഞതയാണ്, അജ്ഞതയുടെ ലോകമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കടക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ ജീവാത്മക്കൾ അത്ര മോശക്കാരല്ല, ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തികളാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് നമുക്കിവിടെ വരണ്ട, ഇനി മതി ഇത് എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മായയുടെ പിടിയിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുമെന്നിവിടെ ശ്രീല പ്രഭുപാദര് നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമ്മളെയും മായയായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളും ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ മായയായിട്ട് കണക്കാക്കുന്നു? നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ആസക്തി മൂലം നമ്മള് ഇതാണ് ശ്രേഷ്ഠമെന്ന് കരുതി ഇതില് എൻജോയ്മെന്റിന്, ഇത് ആനന്ദിക്കാനാണ്, വിഷയസുഖങ്ങളെ ആനന്ദിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മളും മായയാണ് എന്നിവിടെ ശ്രീല പ്രഭുപാദര് നമ്മളെ താരതമ്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളും മായയല്ല, നമ്മൾ ഭഗവാന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ശക്തികളാണ്, ഭഗവാന്റെ അംശമാണ്. അപ്പം നമ്മൾ സ്വയം വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ മായയ്ക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അധപതിക്കുന്നതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് അർജുനനോട്, ഉദ്ധരേതാത്മാനം ആത്മാനം ന ആത്മാനം അവസാദയത്. നമ്മൾ തന്നെയാണ് നമ്മളെ ഉയർത്തേണ്ടത്. നമ്മൾക്ക് പറയാനേ സാധിക്കും, മറ്റൊരാൾ വിചാരിച്ചാല് നമ്മളെ ഉയർത്താൻ സാധിക്കില്ല. നമ്മൾ തന്നെ വിചാരിക്കണം, ഇതിൽ നിന്ന് പുറത്തു കടക്കണം, ഇനി വേണ്ട, ഈ സുഖങ്ങളൊന്നും നമുക്ക് വേണ്ട, ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കി. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ട്രാഫിക് ലൈറ്റിൽ റെഡ് സിഗ്നലാണ്, അപകടം സൂചന തരുന്നതാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇവിടെ കുടുങ്ങിക്കിടന്നാൽ നമ്മൾ പെട്ടുപോകും, നമ്മൾക്ക് ഒരു കാലത്തും ഇതിൽ നിന്ന് മുക്തി കിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇവിടുത്തെ പ്രവൃത്തികളെല്ലാം മായയാണ്, മായയുടെ നിയന്ത്രണത്തിൽപ്പെട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ആധ്യാത്മിക ലോകത്തിലെ മായയ്ക്ക് പ്രവേശനമില്ല. അവിടെ അവളുടെ പ്രവൃത്തികൾ മായികമല്ല. അവിടെ എല്ലാം എന്താണ്? ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ആണ് അവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പം അവിടെ നടക്കുന്നതൊക്കെ എന്താണ്? ഇവിടെ നിന്നും സാക്ഷാത്കാരം നേടിപ്പോയ മുക്താത്മാക്കളുടെ പ്രവർത്തനങ്ങളാണ്. അവരെപ്പോഴും ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന തിരക്കിലാണ് ഓരോരുത്തരും മറ്റുള്ളവരുടെ പ്രവൃത്തികൾ അവർ സേവനം ചെയ്യുന്നത് കാണുമ്പം അവർക്ക് സന്തോഷമാണ് വരിക. ഇവിടെയാണെങ്കിലോ നമുക്ക് അസൂയ തോന്നും. ഒരാൾ കൂടുതൽ സേവനം ചെയ്യുന്ന കണ്ടാൽ എന്തേ എനിക്ക് പറ്റുന്നില്ല, അതെന്താ എനിക്ക് ചെയ്താലേ എന്നുള്ളൊരു തോന്നലാണ്. അവിടെ അങ്ങനല്ല. മറ്റൊരാൾ കൂടുതൽ സേവനം ചെയ്യുന്നത് കാണുമ്പോൾ അവരെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്, കൂടെയുള്ളവര് അവരെ പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും ഒരാളുടെ സന്തോഷം കണ്ട് മറ്റുള്ളവരും ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്തിലാണെങ്കിൽ ഒരാള് സന്തോഷിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഈർഷ്യയാണ്. ആ സന്തോഷം എനിക്കും വേണം, എനിക്ക് മാത്രം മതി, എന്തുകൊണ്ട് മറ്റുള്ളവർ സുഖിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഈ ഭൗതിക ലോകത്തില്. സ്വാർത്ഥതയാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ സ്വാർത്ഥതയില്ല. അവിടെ ഭഗവാന്റെ സന്തുഷ്ടി മാത്രമാണ് എല്ലാവരും ലക്ഷ്യം വെക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് എല്ലാവരുടെ പ്രവൃത്തികളും. ഇനി അടുത്ത ശ്ലോകം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഛാവചേഷ്വനു പ്രവിഷ്ട്യാന്യ അപ്രവിഷ്ടാനി തഥാതേഷു നതേഷ്വഹം. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കും ശ്ലോകം? ഹരേ കൃഷ്ണ. ഗുരുഭ്യോ നമഃ. ശ്ലോകം 55. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവകേഷു
പ്രതിഷ്ഠ്യാന്യ പ്രവിഷ്ടാനി തഥാ തേഷു ന ദേശം. ഹരേഷ്ണ ഹരേ വിവർത്തനം കൃഷ്ണ. വിവർത്തനം വായിക്കും. വിവർത്തനം ശിലപ്രവാക്യതയും. ഭൗതിക തന്മാത്രകൾ സർവ്വ ജീവജാലങ്ങളുടെയും ശരീരങ്ങളിലും പ്രവേശിക്കുന്നെങ്കിലും അവയ്ക്ക് പുറമേയും സ്ഥിതി ചെയ്യുന്നത് പോലെ ഞാൻ ഭൗതിക സൃഷ്ടികളെയെല്ലാം സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അവയിലില്ല. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഹരേ കൃഷ്ണ. ശില്പവാക്യതേ. സ്ഥൂല പദാർത്ഥങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. സൂക്ഷ്മ പദാർത്ഥങ്ങളുമായി മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം സംയോജിച്ച് ഈ ഭൗതിക ലോകത്തിലെ ശരീരങ്ങൾ നിർമ്മിക്കുന്നുവെങ്കിലും അവ ആ ശരീരങ്ങൾക്ക് പുറത്തും കാണപ്പെടുന്നുണ്ട്. ഏത് ഭൗതിക സൃഷ്ടിയുടെ മേൽ ബാക്കിയില്ല പ്രഭു. ബാക്കി വന്നിട്ടില്ലേ ഹരീഷ്ണ? ഹരേ കൃഷ്ണ. ഏത് ഭൗതിക സൃഷ്ടിയും മേൽപ്പറഞ്ഞ പദാർത്ഥങ്ങളുടെ വിവിധ അനുപാതങ്ങളിലുള്ള ലയനം അഥവാ സംയോജനമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഘടകങ്ങൾ ശരീരത്തിനുള്ളിലും അല്ലാതെയും നിലകൊള്ളുന്നു. ഉദാഹരണത്തിന് ആകാശം നഭസിൽ നിലകൊള്ളുന്നുവെങ്കിലും ശരീരത്തിനുള്ളിലും പ്രവേശിക്കുന്നു. അതുപോലെ ഭൗതിക ശക്തിയുടെ ഹേതുവായ ഭഗവാൻ ഭൗതിക ലോകത്തിന് ഉള്ളിലും അതേസമയം അതിനു പുറമേയും നിലകൊള്ളുന്നു. ഭൗതിക ലോകത്തിനുള്ളിൽ അവിടുത്തെ സാന്നിധ്യമില്ലാതെ വിശ്വശരീരത്തിന് വികസിക്കാനാവില്ല. വ്യക്തി ശരീരത്തിനുള്ളിൽ ആത്മാവിന്റെ സാന്നിധ്യമില്ലാതെ അതിന് വളരാൻ കഴിയാത്തതുപോലെ ഭൗതിക ആവിഷ്കാരം വികസിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് ഭഗവാൻ പരമാത്മഭാവത്തിൽ അതിൽ പ്രവേശിക്കുന്നത് മൂലമാണ്. ഭഗവാൻ അവിടുത്തെ സർവ്വവ്യാപകമായ പരമാത്മ സവിശേഷതയിൽ ഏറ്റവും ബൃഹത്തായത് മുതൽ ഏറ്റവും സൂക്ഷ്മമായത് വരെയുള്ള ഓരോ അസ്തിത്വത്തിലും പ്രവേശിക്കുന്നു. വിധേയത്വം എന്ന ഏക യോഗ്യതയാൽ ഒരുവന് അവിടുത്തെ അസ്തിത്വം സാക്ഷാത്കരിക്കാനും അതിലൂടെ ഒരു സമർപ്പിതാത്മാവായി തീരാനും കഴിയും. വിധേയത്വത്തിന്റെ വളർച്ചയ്ക്ക് ആനുപാതികമായി ആത്മസാക്ഷാത്കാരവും വളരുന്നു. അന്തിമമായി ഒരു മനുഷ്യൻ മറ്റൊരുവനെ മുഖാമുഖം കാണുന്നത് പോലെ ഒരുവന് ഭഗവാനെ നേരിട്ട് കാണാൻ ഇതിനാൽ സാധിക്കുന്നു. ഹരേ കൃഷ്ണ. സ്ഥൂല പദാർത്ഥങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം സൂക്ഷ്മ പദാർത്ഥങ്ങളുമായി, അതായത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം സംയോജിച്ച് ഈ ഭൗതിക ലോകത്തിലെ ശരീരങ്ങൾ നിർമ്മിക്കുന്നുവെങ്കിലും അവ ആ ശരീരങ്ങൾക്ക് പുറത്തും കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചതാണ്. ഭൂമി രാപോ അന്നലോ വായു ഖം മനോ ബുദ്ധിരേവച്ച. നമ്മളുടെ ശരീരം അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതുകൊണ്ട് നിർമ്മിതമാണ് നമ്മളുടെ ശരീരം. അതായത് ഈ 8 ഘടകങ്ങൾ ആണ് ഈ ഭൗതികതയിൽ കാണപ്പെടുന്നത്. ഇത് നമ്മളുടെ ശരീരത്തിനുള്ളിൽ മാത്രമല്ല, ഈ ഘടകങ്ങൾ പുറമേയുമുണ്ട്. ഈ 8 ഘടകങ്ങൾ കൊണ്ടാണ് ഈ സൃഷ്ടി തന്നെ നടന്നിരിക്കുന്നത്. അപ്പം ഈ 8 ഘടകങ്ങളുടെ സംയോജനം കൊണ്ടാണ് എല്ലാ സൃഷ്ടികളും നടക്കുന്നത്. നമ്മളുടെ ശരീരം മാത്രമല്ല, ഈ ചരാചരങ്ങൾ മുഴുവനും ഈ സൃഷ്ടിയിലുള്ളത് എന്തും തന്നെ ഈ 8 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പം നമ്മളുടെ ശരീരത്തിനുള്ളിലും പുറത്തും എല്ലാം ഈ ഘടകങ്ങൾ ഈ ഘടകങ്ങളുടെ പലതരത്തിലുള്ള സംയോജനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനകത്തുമുണ്ട്, പുറത്തുമുണ്ട്. പക്ഷേ ഇതുപോലെ ഇതെല്ലാത്തിൻ്റെയും കാരണക്കാരൻ ആരാണ്? ഭഗവാൻ മാത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് സർവകാരണമെന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എങ്കിലും നമ്മൾക്ക് ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാതെ ഇവിടെ ഒന്നിനും നിലനിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ജീവാത്മാക്കൾക്ക് മാത്രമല്ല, ഒന്നിനും തന്നെ ഭഗവാനെ ആശ്രയിക്കാതെ ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നത്? നമ്മളുടെ ഉള്ളില് പരമാത്മ രൂപത്തില് ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. നമ്മളുടെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് അണു മുതല് മനുഷ്യന്റെ ശരീരത്തിൽ വരെ ആ ഭഗവാൻ പരമാത്മ രൂപത്തില് ഭഗവാന്റെ ചൈതന്യം നിലകൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾക്കിവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പം ആ ഭഗവാൻ തന്നെയാണ് എവിടെയും കാണുന്നത്, ഗോലോകത്തിലും കാണപ്പെടുന്നത് അതേ ഭഗവാനാണ്. അപ്പൊ ഈ സൃഷ്ടിയിൽ എവിടെ നോക്കിയാലും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്.
അപ്പൊ ഈ സൃഷ്ടിയിൽ എല്ലായിടത്തും ഉണ്ട് പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ മാത്രമല്ല, ഈ സൃഷ്ടിയിൽ എവിടെ നോക്കിയാലും ആ പരമാത്മ ചൈതന്യത്തിനെ കാണാന് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഭഗവാന്റെ ചൈതന്യം ഈ ഭൗതിക ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന് നമ്മൾ ഭഗവത്ഗീത, ഭാഗവത മുതലായവ പഠിക്കണം, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ എല്ലായിടത്തും ഉണ്ട് എന്ന്. അപ്പം നമ്മൾ ആ ശാസ്ത്രങ്ങൾ പഠിക്കുകയും ശുദ്ധഭക്തർക്ക് നമ്മളെ പരിപൂർണമായിട്ട്, ഭഗവാനും ഭഗവാന്റെ ശുദ്ധഭക്തർക്കും നമ്മളെ പരിപൂർണമായിട്ട് സമർപ്പിതരാകണം. എങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം മനസ്സിലാക്കിയെടുക്കാനേ സാധിക്കുള്ളൂ. നമ്മളുടെ ഉള്ളിൽ എത്രമാത്രം സമർപ്പണമുണ്ടോ അത്രയ്ക്കും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാന് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇല്ലേ, എന്നിൽ പരിപൂർണമായിട്ട് ശരണാഗതിയായി എന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാമെന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനിലെ പരിപൂർണമായിട്ട് ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ വെറുതെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഭഗവാനെ നമ്മൾ പരിപൂർണമായിട്ട് സമർപ്പിതരായാൽ നമുക്ക് ചുറ്റുമുള്ള ഭഗവാന്റെ ചൈതന്യത്തെ മനസ്സിലാക്കി എടുക്കാൻ, അതായത് നമ്മൾ കാണുന്നവരിലും കേൾക്കുന്നവരിലും ഒക്കെ ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്നും ആ ചൈതന്യത്തെ മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവും നമുക്ക് കിട്ടും. അത് നമ്മളുടെ സമർപ്പണത്തിന്റെ തോതനുസരിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത്. നാം എങ്ങനെയാണോ നമുക്ക് ചുറ്റുമുള്ളവരെ, ഇപ്പൊ നമ്മളുടെ മുൻപിലുള്ള ആൾക്കാരെ, നമ്മളുടെ കൂടുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും ഇല്ലേ? അപ്പം നമ്മളുടെ പരിപൂർണമായിട്ട് നമ്മൾ ഭഗവാന് കീഴടങ്ങി നമ്മൾ മുന്നോട്ട് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ഭഗവാനെ മനസ്സിലാക്കി എടുക്കാനും ഭഗവാനുമായിട്ട് ആശയവിനിമയം ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മൾ ആ തലത്തിൽ എത്തണം, എങ്കിൽ മാത്രമേ നമുക്കിത് സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ മനസ്സിലാക്കിയെടുക്കാനും ആ ചൈതന്യം ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് എന്നും അതിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാനും നമുക്ക് സാധിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിതരാകണം. നമ്മളുടെ സമർപ്പണത്തിന്റെ തോതനുസരിച്ചിട്ടാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇവിടെ ഈ പാരഗ്രാഫില് ശ്രീല പ്രഭുപാദര് പറയുന്നത്. ഇവിടെ വിധേയത്വം എന്ന ഏക യോഗ്യതയാൽ ഒരുവൻ അവിടുത്തെ അസ്തിത്വം സാക്ഷാത്കരിക്കാനും അതിലൂടെ ഒരു സമർപ്പിതാത്മാവായി തീരാനും കഴിയും. അപ്പൊ നമ്മളുടെ വിധേയത്വം എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിന്റെ തോതനുസരിച്ചിട്ടാണ് നമ്മളുടെ ഉള്ളില് ആ സാക്ഷാത്കാരം വളർന്നു വരുന്നത്. അന്തിമമായി ഒരു മനുഷ്യൻ മറ്റൊരുവനെ മുഖാമുഖം കാണുന്നത് പോലെ ഒരുവനെ ഭഗവാനെ നേരിട്ട് കാണാൻ ഇതിനാൽ സാധിക്കുന്നു. നമ്മളുടെ കൂടെ ഉള്ളവരെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ നമുക്ക് ഭഗവാനെ ദർശിക്കാന് നമ്മൾക്ക് സാധിക്കുന്നു. നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാന് കീഴടങ്ങി ഭക്തി മാർഗത്തില് മുന്നോട്ട് പോവുകയാണെങ്കിൽ. ഇനി അടുത്ത ഈ വായിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് അത്രയും മനസ്സിലാവട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നതും അതിനു വേണ്ടിയാണ്. എല്ലാവരും വായിക്കാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരമപുരുഷനോടുള്ള അതീന്ദ്രിയാസക്തി വർദ്ധിക്കുന്നത് മൂലം ഒരു സമർപ്പിതാത്മാവിന് തന്റെ പ്രിയതമന്റെ സാന്നിധ്യം എല്ലായിടത്തും അനുഭവപ്പെടുകയും അവന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രേമഭരിതമായ ഭഗവത് സേവനത്തിൽ മുഴുകുകയും ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ ദിവ്യമായ രാധാകൃഷ്ണന്മാർ അതീന്ദ്രിയ ഭൂമിയായ വൃന്ദാവനത്തിലെ ഒരു കൽപ്പവൃക്ഷ ചുവട്ടിൽ രത്നസിംഹാസനത്തിൽ ദർശിക്കുന്നതിലും നാസിക ഭഗവത്പാദങ്ങളുടെ ആധ്യാത്മിക സുഗന്ധം ഘ്രാണനം ചെയ്യുന്നതിലും കർണങ്ങൾ വൈകുണ്ഠത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിലും മുഴുകുന്നു. കരങ്ങൾ ഭഗവാന്റെയും സഹചാരികളുടെയും പാതാരവിന്ദങ്ങൾ പുണരുന്നു. അപ്രകാരം ഭഗവാൻ ഒരു പരിശുദ്ധ ഭക്തന് ഉള്ളിലും പുറത്തും പ്രകടമാകുന്നു. ഭക്തനും ഭഗവാനും നൈസർഗിക പ്രേമത്താൽ പരസ്പരം ബന്ധിതരാകുന്ന ഭക്തിപരമായ സംബന്ധത്തിന്റെ രഹസ്യങ്ങളിലൊന്നാണിത്. ഈ പ്രേമം ആർജിക്കുകയെന്നതായിരിക്കണം ഓരോ ജീവന്റെയും ജീവിത ലക്ഷ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ഭഗവാനോടുള്ള ആസക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതികത നമുക്ക്
ഭൗതികതയിലുള്ളതിനോടെല്ലാം നമുക്കൊരു വിരക്തി അനുഭവപ്പെടും. ഇതെല്ലാം ശ്രേഷ്ഠം, ഭഗവാനാണ് ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിശക്തി നമുക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇവിടെ രാധാ ഗോവിന്ദ ദേവ്ജിയാണ് പറയുന്നത്. ആ വൃന്ദാവനത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടില് ആ രത്നസിംഹാസനത്തില് ഇരിക്കുന്ന രാധാകൃഷ്ണന്മാരെ ദർശിക്കാനും ആ രാധാകൃഷ്ണന്മാരെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതായത് ആ കൽപ്പവൃക്ഷ ചുവട്ടിൽ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന രാധാകൃഷ്ണന്മാരെ ദർശിക്കാനും അവരുടെ തൃപ്പാദങ്ങളിലെ ആ സുഗന്ധം നമുക്ക് ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കാതുകൾ അപ്പോൾ വൈകുണ്ഠത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശ്രവിക്കുന്നതില് ആ ഒരു കഴിവ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൈകളാണെങ്കിലോ ഭഗവാന്റെയും സഹചാരികളുടെയും പാതാരവിന്ദങ്ങൾ ഉണരുന്നു. ഭഗവാന്റെയും ഭഗവാന്റെ പാർശ്വതര ശുദ്ധ ഭക്തരുടെയും തൃപ്പാദങ്ങൾ, അതായത് അവരിൽ നമ്മളെ പ്രണാമം അർപ്പിക്കാനും നമസ്കാരം അർപ്പിക്കാനും പരിപൂർണമായിട്ട് ആ ഭഗവാന്റെ ശുദ്ധ ഭക്തരിൽ സമർപ്പിതരാകാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഒരു പരിശുദ്ധ ഭക്തനെ ഉള്ളിലും പുറത്തും പ്രകടമായി കാണുന്നു. അപ്പം നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ആ ഭക്തിപരമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ ഒരു നിഗൂഢതയാണിത്. അപ്പം നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാനെ സമർപ്പിതരായെങ്കിൽ മാത്രമേ ആ രാധാ ഗോവിന്ദനെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പ്രേമം ആർജിക്കുക എന്നതായിരിക്കണം ഓരോ ജീവന്റെയും ജീവിത ലക്ഷ്യം. അതായത് ആ പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരുക എന്ന് നമ്മൾ ഓരോ ജീവാത്മാക്കളും ആഗ്രഹിച്ച് നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ വൃന്ദാവനത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന രാധാ ഗോവിന്ദ ദേവ്ജിയെ നമുക്ക് ദർശനമെടുക്കാനും അവരുടെ തൃപ്പാദങ്ങളിലെ പരിപൂർണമായിട്ടും സമർപ്പിതരാകാനും അതുപോലെ തന്നെ ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് സേവനം ചെയ്യാനും അവരിൽ പരിപൂർണമായിട്ട് സമർപ്പിതരാകാനും നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ എത്രമാത്രം ഭൗതികതയിൽ മുഴുകിയിരിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല? നമ്മളുടെ ആസക്തിയാണ്, ഉള്ളിലുള്ള ആസക്തി വിട്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിനൊന്നും താല്പര്യം വരാത്തത്. നമ്മൾ ആഗ്രഹിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഈ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽ ഉഴറുന്നത് കൊണ്ടാണ്. അപ്പൊ ഭഗവാനോടുള്ള ഈ ഭൗതികമായിട്ടുള്ള ആസക്തി എന്തിലേക്ക് വിടണം? ഭഗവാനിലേക്ക് തിരിച്ചു വിടണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് നമ്മളുടെ മനസ്സിനെ വീണ്ടും 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 നമ്മൾ അടിച്ചുറപ്പിക്കുക. ഇതൊന്നും നിത്യമല്ല, ഇതൊക്കെ അനിത്യമാണ്, അശാശ്വതമാണ്. ശാശ്വതമായിട്ട് എന്തേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഏതവസ്ഥയില് സുഖത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്നത് ഭഗവാനാണ്, വേറെ ആരും ഉണ്ടാവില്ല എന്ന് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് പുറത്തു കടക്കാൻ അത്ര ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ രാധാ ഗോവിന്ദ ദേവ്ജിയുടെ ദർശനം കിട്ടും. അപ്പം ഭഗവാനെ കുറിച്ച് കേൾക്കാനും ശ്രവണത്തിലൂടെയാണ് സേവനം തുടങ്ങുന്നത്. നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ നമ്മളുടെ ജപം നമ്മളുടെ കാതുകൊണ്ട് കേൾക്കണം, ഇല്ലേ? ആ ശ്രവണത്തിലൂടെയാണ് ഭഗവാന്റെ സേവനം ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാൻ നമ്മൾ ഉത്സുകരാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്കിവിടെ പ്രഭാതര് പറയുന്നുണ്ട്, നമുക്ക് നമ്മളുടെ ഈ ശരീരം കൊണ്ട് മാത്രമേ, അതായത് മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ 84 ലക്ഷം യോനികളിൽ കൂടി കടന്നിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം അവസാനം കിട്ടിയിരിക്കുന്നത്. അപ്പം മനുഷ്യ ജന്മം എന്ന് പറയുന്നത് സുദുർലഭമാണ്. ദുർലഭം എന്ന് പറഞ്ഞാൽ പോരാ, സുദുർലഭമാണ്. ആ ശരീരം കൊണ്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാലും അടുത്ത ജന്മം നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല, ഇല്ലേ? അപ്പൊ ഈ ജന്മം നമ്മൾ ഭഗവാന് സേവനം ചെയ്ത് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തെ ഭഗവാന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ജന്മം കൊണ്ട് തന്നെ ഭഗവത് സാക്ഷാത്കാരം നേടാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മളുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ. ഹരേ കൃഷ്ണ. ഭക്തന് ഭഗവാനും നൈസർഗിക പ്രേമത്താൽ പരസ്പരം ബന്ധിതരാകുന്ന ഭക്തിപരമായ സംബന്ധത്തിന്റെ രഹസ്യങ്ങളിൽ ഒന്നാണിത്.
അതായത് സംബന്ധാഭിധേയ പ്രയോജനം നമ്മൾ പഠിച്ചതാണ് ഇല്ലേ? പല ഗുരു പഠിച്ചു, ചൈതന്യ ചരിതാമൃതത്തിൽ പലയിടത്തും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരുക. അതാണ് രാധ ഗോവിന്ദദേവ് എന്ന് പറയുന്നത് ഇല്ലേ? രാധ ഗോപിനാഥ് രാധ ഗോവിന്ദദേവ അഭിധേയാണ്. അപ്പൊ ഭഗവാനെ സേവനം ചെയ്ത് നമ്മള് ആ ആ പ്രേമഭക്തിയുടെ തലത്തില്, അതായത് പ്രയോജനം, നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ വന്നാല് സംബന്ധ, ഭഗവാനാര് നമ്മളാര്, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കി ഭക്തിയുടെ സേവനത്തിലോട്ട് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? ഭഗവാനെ കിട്ടും. ആ പ്രേമഭക്തിയുടെ തലത്തിൽ നമുക്ക് എത്തിച്ചേരാന് സാധിക്കും. അപ്പം നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം, ഭഗവാന്റെ നിത്യസേവകരാണ് എന്നതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ നിത്യസേവകരാണ്. ആ സേവകരെന്നുള്ള ആ ബന്ധം യാഥാർത്ഥ്യമാക്കാന് നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ആ ഭക്തിമാർഗത്തിലെ, ഭക്തിയുടെ സേവന പാതയിൽ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഭഗവാന്റെ നിത്യസേവകരെ എന്നുള്ള ആ ഐഡന്റിറ്റി നമുക്ക് സാക്ഷാത്കരിക്കാന് സാധിക്കുകയുള്ളൂ. ആ പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കുകയുള്ളൂ. പരസ്പരം ബന്ധിതരാകുന്ന ഭക്തിപരമായ സംബന്ധത്തിന്റെ രഹസ്യങ്ങളിൽ ഒന്നാണിത്. ഭഗവാന് ഭക്തരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഭഗവാന് തൻ്റെ ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. നമുക്കറിയാം പാണ്ഡവരുടെ കാര്യം ഇല്ലേ? അവര് ഭഗവാന്റെ പരമഭക്തരാണ്. അവർക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ഭഗവാൻ അനുഷ്ഠിച്ചത്. അവര് വനവാസത്തിന് പോയപ്പോൾ അവിടെ ആയിരുന്നു ഭഗവാൻ ഇല്ലേ? യുദ്ധത്തിനാണെങ്കിലോ തേരാളിയായിട്ട് വരാന് ഭഗവാൻ തയ്യാറായി. അപ്പൊ തൻ്റെ ഭക്തന് വേണ്ടി ഏതു പദവിയും സ്വീകരിക്കാന് ഭഗവാൻ തയ്യാറാണ്. അത്രയ്ക്കാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രേമഭക്തിയുടെ തലത്തിൽ നമുക്ക് എത്തിച്ചേരാന് സാധിക്കും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം. ഏതാവത് ഏവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസിനാത്മനഃ അന്വയ വ്യതിരേകാഭ്യാം യസ്യാത് സർവത്ര സർവദാ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ ചൊല്ലട്ടെ. കൃഷ്ണ. ചൊല്ലിക്കൊള്ളു. ഏതാവത് ഏവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയാ വ്യതിരേകാഭ്യാം യസ്യാത് സർവത്ര സർവദാ. വിവർത്തനം പറയട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അതീന്ദ്രിയ വിവർത്തനം. ശ്രീല പ്രഭാതക്ക്. അതീന്ദ്രിയ ജ്ഞാനത്തിൽ താല്പര്യമുള്ള ഒരു വ്യക്തി അതിനാൽ സർവ്വവ്യാപകമായ സത്യത്തെക്കുറിച്ചറിയാൻ പ്രത്യക്ഷമായും പരോക്ഷമായും സദാ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പാരഗ്രാഫ് വായിക്കും. ഹരേ കൃഷ്ണ. ഭൗതിക സൃഷ്ടിയിൽ നിന്ന് വിദൂരമായി സ്ഥിതി ചെയ്യുന്ന അതീന്ദ്രിയ ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഗൗരവമുള്ളവർ ആ ശാസ്ത്രം പ്രത്യക്ഷമായും പരോക്ഷമായും പഠിക്കുന്നതിന് ഒരു വിശ്വാസനായ ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. ഒരുവൻ കാക്ഷിച്ച് ലക്ഷ്യത്തിൽ സമീപിക്കുന്നതിനുള്ള മാർഗങ്ങളും അത്തരം പുരോഗതിക്കുള്ള പ്രതിബന്ധങ്ങളും അറിയണം. ഒരു പ്രാരംഭ ഭക്തന്റെ ശീലങ്ങൾ എങ്ങനെ നിയന്ത്രിതമായി ചിട്ടപ്പെടുത്തണമെന്ന് ആധ്യാത്മിക ഗുരുവിനറിയാം. അതുകൊണ്ട് ഗൗരവമുള്ള ഒരു ശിഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് ഈ ശാസ്ത്രത്തിന്റെ എല്ലാ വശങ്ങളും ഗ്രഹിക്കണം. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ എത്രമാത്രം ഭൗതികമായിട്ട് കെട്ടപ്പെട്ട് കിടക്കുകയാണ് എന്ന് ഇല്ലേ? നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ മുമ്പേ മനസ്സിലാക്കിയതുപോലെ ഭൗതികമായിട്ടുള്ള ആസക്തി, ഭൗതികതയോടുള്ള, അതായത് നമുക്കുള്ളവരോടുള്ള സ്നേഹം, അതാണ് നമ്മളെ ഇവിടെ കെട്ടി കിടക്കാൻ നമ്മളെ കുടുക്കിയിടാൻ കാരണമാകുന്നത്. അതാണ് മായ എന്ന് പറയുന്നത്. നമ്മളത് പൊട്ടിച്ചെറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതിന് പുറത്തു കിടക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ ഇവരെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല, പക്ഷേ നമ്മളുടെ കടമ എന്ന് കരുതി നമ്മൾ അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് അവരാണ് എല്ലാം എന്ന് വിചാരിക്കുന്നതാണ് ഈ കുഴപ്പം വരുന്നത്. ഇതല്ല സത്യമെന്ന് പറയുന്നത്. ഭഗവാനാണ് സത്യം. ഇതൊക്കെ തൽക്കാലത്തേക്കുള്ള ഈ ബന്ധങ്ങളൊക്കെ, ഭർത്താവ്, ഭാര്യ, മക്കള്, പേരക്കുട്ടികൾ, ഇതൊക്കെ അച്ഛനമ്മ, ഇതൊക്കെ തൽക്കാലത്തേക്കേ ഉള്ളൂ. ഏത് നിമിഷവും ഇവരൊക്കെ നമ്മളെ വിട്ടു പോകാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഇതിനോടൊന്നും അത്രയധികം ഒരു അടുപ്പം വരില്ല. നമുക്കുള്ളവരോടൊന്നും നമ്മൾ പെരുമാറുന്ന സ്നേഹത്തോടെയെങ്കിലും
ഉള്ളിൽ നമുക്ക് ഇവരോടൊന്നും അടുപ്പം നമുക്ക് തോന്നിക്കില്ല. കാരണം എന്താണ്? നമുക്കറിയാം ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭഗവാനോട് അടുപ്പം കൂടുക ചെയ്യുക, ഭഗവാനോടുള്ള ആസക്തി കൂടുതലായിട്ട് വരിക ചെയ്യുക. അപ്പം ഭൗതികമായിട്ടുള്ള ആസക്തി നമ്മൾ ഭഗവാനിലേക്കുള്ള ആസക്തിയാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കി എടുക്കാനും നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കണം. നമ്മൾ സ്കൂളിലെ ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് സ്വയം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. നമുക്ക് സ്കൂളിൽ അധ്യാപകർ പഠിപ്പിച്ചെങ്കിൽ അവർ പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെയാണ് ആധ്യാത്മിക കാര്യങ്ങളും സ്വയം മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഗുരുവിൽ കൂടി മാത്രമേ നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ വിശ്വസ്തനായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദരും പറയുന്നത്. ആ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ധാമത്തെക്കുറിച്ചും. കാരണം ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് നിന്ന് എത്രയോ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ധാമത്തെക്കുറിച്ച് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മളുടെ ഗുരു എന്ന് പറയുന്നത് എന്താണ്? സാക്ഷാത്കാര തലത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ പോലല്ല, അവരൊക്കെ സാക്ഷാത്കാരം നേടിയവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ധാമത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മളെ പോലെയുള്ള പതിതാത്മാക്കളെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട്, വാചോവേഗം, മനസ്സാക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോപസ്ഥവേഗം, ഇല്ലേ? ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു ആധ്യാത്മിക ഗുരു എങ്ങനെയുള്ളവനാകണമെന്ന്. അതായത് തൻ്റെ നാവിനെയും തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും വയറിനെയും, അതായത് വിശപ്പിനെയും ഒക്കെ, അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ആസക്തി, ഇല്ലേ, ജനിറ്റൽ ആ ജനനേന്ദ്രിയങ്ങളെയും അതിനോടുള്ള ആസക്തിയൊക്കെ കുറഞ്ഞവരാണ് ആധ്യാത്മിക ആചാര്യന്മാർ എന്ന് പറയുന്നത്. അവർക്ക് ഇതിനോടൊന്നും യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ വിഷയാസക്തരല്ല അവർ. ഒരു തരത്തിലുള്ള വിഷയ ആസക്തിയും ആധ്യാത്മിക ഗുരുക്കന്മാർക്കില്ല. അവരുടെ ഉള്ളിൽ ഭഗവാൻ മാത്രമാണ്. എപ്പോഴും ഭഗവാൻ, ഭഗവാന്റെ സേവനം, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിലാണ് നമ്മളുടെ ആധ്യാത്മിക ആചാര്യന്മാര് ഏർപ്പെട്ടിരിക്കുന്നവർ. അപ്പൊ രൂപഗോസ്വാമി പറയുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ, അവര് സ്വയം സാക്ഷാത്കാര തലത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെയും ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും, അതായത് നമ്മളെ പോലെയുള്ള പതിതാത്മാക്കളെ ആ തലത്തിലേക്ക് കൊണ്ടുവരാനും, നമ്മളുടെ സംശയങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത് നമ്മളെ ഉയർത്തി കൊണ്ടുവരാനും ഇങ്ങനെയുള്ള ആധ്യാത്മിക, അതായത് സാക്ഷാത്കാരത്തിന്റെ തലത്തിൽ സഞ്ചരിക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഭഗവാനെ നമ്മൾ സ്വയം വിചാരിച്ചാൽ ഭഗവാന്റെ ധാമത്തെയും മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ചെയ്ത് സേവനം ചെയ്ത് ഗുരുവിന്റെ നിർദ്ദേശത്തോടെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമാവുകയുള്ളൂ. അങ്ങനെ ശുദ്ധമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഒരു പ്രാരംഭ ഭക്തന്റെ ശീലങ്ങൾ എങ്ങനെ നിയന്ത്രിതമായി ചിട്ടപ്പെടുത്തണമെന്ന് ആധ്യാത്മിക ഗുരുവിനറിയാം. നമ്മളുടെ ഗുരുവിനറിയാം നമ്മളുടെ ഓരോരുത്തരുടെയും എന്താണ് പോരായ്മകൾ, എന്താണ് കഴിവുകൾ എന്ന് ഗുരുവിന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ഗുരു നമ്മളോടൊപ്പം ഇല്ലല്ലോ, അപ്പം എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ? പക്ഷെ ഓരോ ശിഷ്യന്മാരുടെയും കാര്യങ്ങൾ, അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ നമ്മളുടെ ഗുരുവിന് കഴിവുണ്ട്. ഗുരു എവിടെയായിരുന്നാലും, കാരണം ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ പരമാത്മ ചൈതന്യമാണ്, ചൈത്യ ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിനറിയാം നമ്മളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരാനും നമ്മളുടെ ഉള്ളിലുള്ള ചൈത്യ ഗുരു പരമാത്മാവ് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗൗരവമുള്ള ശിഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് ഈ ശാസ്ത്രത്തിന്റെ എല്ലാ വശങ്ങളും ഗ്രഹിക്കണം. അതുകൊണ്ട് ആധ്യാത്മിക പാതയിലെ ഗൗരവമായിട്ട് ആധ്യാത്മിക കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട്, ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണമെന്നാണ് ശ്രീല പ്രഭുപാദർ ഈ ശ്ലോകത്തിലൂടെ നമ്മളെ അറിയിക്കുന്നത്. ഹരേ കൃഷ്ണ. സമയമായി.